ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ മഞ്ജുമയും സ്വപ്നവലിയും രാമനോടും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് കൈലാസം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സ്വപ്നവലി പറയുന്നുണ്ട്, ഓ എന്നാലും അവൾ അങ്ങനെ ചെയ്തല്ലോ, ഇഷിത തന്നെയാ ഇതിനെ പിന്നിൽ, അവളുടെ അനിയത്തിയുടെ വിനോദിനെ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് അവൾ ഇതൊക്കെ ശ്രമിക്കണമെന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അതിനെ മഹേഷ് സമ്മതിക്കണ്ടേമേ, മഹേഷിനെ നെഞ്ചത്ത് ചവിട്ടിട്ടായിരിക്കും ഇഷിത വിനോദിന്റെയും അവളുടെ അനിയത്തിയുടെ വിവാഹം നടത്താൻ പോണത്. പെട്ടെന്ന് തന്നെ കൈലാസം കേട്ട് പറയുന്നുണ്ട്, പ്രശ്നങ്ങൾ ധൂമകേതുക്കൾ പോലെ കയറി വരുവാണല്ലോ. ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ഒരു പൂജ ചെയ്ത എല്ലാം ശരിയാവും എന്ന് പറയുമ്പോഴേക്കും രാമനാഥൻ പറയുന്നുണ്ട്, ഹോ വേണ്ടായിരുന്നു, ഇവിടെ വരണ്ടായിരുന്നു, അവിടെ തന്നെ തിന്ന് ഭജന എടുത്താൽ മതിയായിരുന്നു, ഇതൊന്നും അറിയണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ സ്വപ്നവലി പറയണ്ട, രാമ അവിടെ പോയിരുന്ന പിന്നെ എനിക്കൊന്നും അറിയണ്ടല്ലോ, ഞാനല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. അപ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട്, എന്തായാലും വലത് കാലം വെച്ചിട്ടാ ധൂമകേതു ആദ്യമായിട്ട് അകത്ത് കയറിയത്. എന്തൊക്കെയായിരുന്നു, ഞാനന്ന് മരിക്കാൻ കിടന്നപ്പോ അമ്മ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ മരിച്ചാനായിരുന്നു. അവളെ ആരതി ഒഴിഞ്ഞിട്ടാ അകത്തേക്ക് കയറ്റിയത്. എന്നിട്ട് ഇപ്പൊ എന്തായി, അവളാ ഈ വീട്ടിലെ ഏറ്റവും വലിയ ശല്യം എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു, ഹോ ഒന്ന് നിർത്ത്, കാര്യങ്ങളിലൊക്കെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് മതി ഓരോരുത്തരെ കുറ്റപ്പെടുത്തുന്നത് എന്ന് പറയുമ്പോ മഞ്ജിമയ്ക്ക് ദേഷ്യം വരുവാട്ടോ. മഞ്ജിമ അപ്പൊ തന്നെ കൈലാസിനോട് പറഞ്ഞിട്ട്, കൈലാസേട്ടാ നമുക്കിവിടെ എന്താ കാര്യം, വാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കൈലാസിനെ വിളിച്ചോണ്ട് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് മഹേഷിനെയാണ്. മഹേഷ് ആണെങ്കിൽ ആകെ കുടിച്ച് ലെക്ക് കേട്ടിട്ട് സ്റ്റെപ്പ് വഴി ഇങ്ങനെ ആടി ആടി കേറുവാട്ടോ. മഹേഷ് വീഴാൻ പോകുമ്പോഴേക്കും വിനോദ് വേഗം കയറി പിടിക്കുന്നുണ്ട്. ഏട്ടാ എന്താ ഇത്, നീ എന്തിനാ ഇവിടെ വന്നത്? നീ നാളെ എൻഗേജ്മെന്റിനാ ഹോട്ടലിൽ വരാന്നല്ലേ പറഞ്ഞത്, പിന്നെ നീ എന്തിനാ ഇവിടെ വന്നത്? ഏട്ടൻ എന്തൊക്കെയാ പറയണത്? ഓ എടാ, എന്റെ കയ്യിൽ നിന്ന് പോയിടാ, കേരള ചാപ്റ്റർ പോയി, അതങ്ങോട്ട് പോയി. പറക്കാൻ പറ്റില്ലല്ലോ എനിക്ക്, പറക്കണമെങ്കിൽ എന്ത് വേണം, ചിറക് വേണം. എന്റെ ചിറക് രണ്ടും അരിഞ്ഞു കളഞ്ഞില്ലേടാ, ഞാൻ കഷ്ടപ്പെട്ട കേരള ചാപ്റ്റർ എന്റെ കയ്യിൽ നിന്ന് പോയി. ഇനി അത് ആകാശ് വേണു സ്വന്തം, അവനിപ്പോ ഭയങ്കര ചിരിയായിരിക്കും, പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും. എടാ, നീ എന്നെ ചതിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ പെണ്ണ് ചതിക്കോടാ. പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ പാടില്ല, അവർക്ക് ഒരുപാട് മുഖങ്ങളുണ്ട്, സ്വാർത്ഥതയുടെ മുഖമാ ഏറ്റവും കൂടുതലുള്ളത് അവർക്ക്, കേട്ടോടാ. എടാ വാടാ, നിന്റെ കല്യാണം മുടങ്ങിയല്ലോടാ. ഏട്ടൻ എന്തൊക്കെയാ പറഞ്ഞത്? ഇവിടെ ഇങ്ങനെ നിക്കല്ലേ, നാണക്കേടാണ്. ആർക്ക്? നിനക്കോ? ഏട്ടാ, ചേട്ടൻ ഒന്ന് വന്നേ, പാവം എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പഴനി പോയതാ ഭജന ഇരിക്കാനായിട്ട്, എന്നിട്ട് ഒന്നും നടന്നില്ല. ഭജന ഇരുന്നിട്ട് എനിക്ക് ഒരു ഗുണം ഉണ്ടായില്ല, ദൈവങ്ങളൊന്നും എന്റെ വിളി കേട്ടില്ല, പാവം അച്ഛൻ. ഏട്ടൻ ഇങ്ങനെ നിന്നാൽ എല്ലാവർക്കും വിഷമോകോ? ഏട്ടൻ വന്നേ, ഞാൻ അകത്തേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് വിനോദ് മഹേഷിന്റെ കൈയും പിടിച്ച് അകത്തേക്ക് കേറുവാട്ടോ. ആ സമയത്ത് ഒച്ച കേട്ടിട്ട് അവിടേക്ക് രാമനാഥനും സ്വപ്നവല്ലിയും ഒക്കെ വരുന്നുണ്ട്. മഹേഷിനെ അങ്ങനെ കാണുമ്പോ തന്നെ സ്വപ്നവലി പറയണ്ട, അയ്യോ എന്റെ മോന്റെ അവസ്ഥ കണ്ടില്ലേ. അപ്പോഴേക്കും ഇഷിത വരുവാട്ടോ. തൃപ്തി ആയില്ലേ നിനക്ക്, എന്റെ മോനെ ഈ അവസ്ഥയിലാക്കിയപ്പോ? പഴയ പോലെ അവൻ വീണ്ടും ആയല്ലോ ഈശ്വര. അപ്പോഴേക്കും വിനോദ് പറയണ്ട, അമ്മേ ഇങ്ങനെ ബഹളം ഉണ്ടാക്കില്ലേ അമ്മ എന്ന് പറയുമ്പോ മഹേഷ് പറയണ്ട, അമ്മേ എനിക്ക് ഒരു പാർട്ടി ഉണ്ടായിരുന്നു, നാളെ ഇവന്റെ വിവാഹ നിശ്ചയമല്ലേ, അതിന്റെ പാർട്ടി, അതിനവന്ന് കുടിച്ചു, അതിനിപ്പോ എന്താ അമ്മേ? നോക്ക്, എന്റെ എല്ലാം കൈവിട്ടു പോയമ്മേ, എല്ലാം പോയി, ഞാൻ ഇത്ര നാള് കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയമ്മേ എന്നൊക്കെ പറയാണ്. അല്ല, ഞാനേ ഞാനേ വേറൊന്നുമല്ല അമ്മേ, വിവാഹ നിശ്ചയത്തിന് 200 പേർക്കുള്ള ഫുഡ് പറഞ്ഞല്ലോ, ആ ഫുഡൊക്കെ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു അനാഥാലയത്തിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ, പാവപ്പെട്ട പിള്ളേര് കഴിക്കട്ടെ അമ്മേ. എന്തിനാ അഹങ്കാരമുള്ളവര് കഴിക്കുന്നത് ഫുഡ്? പാവങ്ങൾക്ക് അവകാശപ്പെട്ടതാ ഫുഡ്, അവര് കഴിക്കട്ടെ. അമ്മേ എന്റെ മോളുറങ്ങിയോ? പാവം ഉറങ്ങിയിട്ടുണ്ടാവുമല്ലേ. അവളാണെങ്കിൽ നാളെ ഇളയച്ചന്റെ വിവാഹം കൂടാന്നൊക്കെ പറഞ്ഞ് സ്വപ്നം കണ്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും എന്റെ പൊന്നു മോള്. ഞാനേ എന്റെ മോളൊന്ന് പോയി കണ്ടിട്ട് വരട്ടെ കേട്ടോ എന്ന് പറഞ്ഞിട്ട് മഹേഷ് പമ്മി നടന്ന് 2 കാല് 4 കാലിൽ നടന്ന് അവസാനം റൂമിലേക്ക് പോവുകയാണ്. അത് കഴിയുമ്പോഴേക്കും സ്വപ്നവലിയെടുത്ത് വിനോദ് പറയണ്ട, അമ്മേ നോക്ക്, ഏട്ടൻ ആ ഒരു പ്രശ്നത്തിന് പുറത്ത് കുറച്ച് കുടിച്ചു പോയതാണ്, ഇതിന്റെ പേരിൽ വെറുതെ ഏടത്തിനെ വഴക്ക് പറയരുത്. എന്നാലും എന്റെ മോന്റെ ജീവിതം ഇവള് തകർത്തല്ലോടാ എന്ന് പറയാണ്. വിനോദ് പറയണ്ട്, അമ്മേ ഒരാളും തകർത്തിട്ടില്ല, പിന്നെ ഏട്ടന്റെ കാര്യം, വിഷമിക്കണ കാര്യം, അത് എന്താ വെച്ചാൽ ഞാൻ ചെയ്തോളാം. പിന്നെ എന്റെ വിവാഹം മുടങ്ങിയത് അതിന്റെ ജീവിതം തകർന്നിട്ടൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഏട്ടത്തിനെ കുറ്റം പറയാൻ നിൽക്കണ്ട. ഇതിന്റെ പേരിൽ ഏട്ടത്തിനെ അതിന് കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞാൽ വിനോദിന്റെ മറ്റൊരു മുഖം നിങ്ങൾ എല്ലാരും കാണും, കേട്ടല്ലോ. എടുത്ത് റൂമിലേക്ക് പോ, അമ്മ റൂമിലേക്ക് പോയിക്കേ എന്ന് പറയാണ്. അങ്ങനെ എല്ലാരും റൂമിലേക്ക് ആക്കാണ്. എന്നിട്ട് ശേഷം ഈശ്വരടുത്ത് വിനോദ് പറയണ്ടേ, എടുത്ത് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, എല്ലാം ശരിയായിക്കോളും എന്ന് പറയുമ്പോ എല്ലാം ശരിയാവാൻ മഹേഷിന്റെ ഈ തളർച്ച എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. സാരില്ല എടുത്തി, നോക്കാം, നമുക്ക് എല്ലാം ശരിയാകും എന്നൊക്കെ ഇഷിതെടുത്ത് വിനോദ് വീണ്ടും പറയാണ്. പിന്നീട് കാണിക്കുന്ന മഹേഷിനെയാണ്. മഹേഷ് ഉറങ്ങിക്കിടക്കുന്ന ചിപ്പിനടുത്ത് പോയിട്ട് ചിപ്പിയുടെ തലയൊക്കെ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കാട്ടോ.
പാവം എന്റെ മോള്, പാവം ഉറങ്ങിയത് നന്നായി. ഇവിടുത്തെ കാര്യങ്ങളൊന്നും അവള് കാണാതിരിക്കണേ നല്ലത്. അമ്മ എന്ന് പറഞ്ഞ വിഗ്രഹം ഉടയാതിരിക്കണേ നല്ലത്. പാവം എന്റെ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് തല ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഇഷിത വരുന്നുണ്ട്. മഹേഷ്, മഹേഷ് എന്നെ അവിശ്വസിക്കുകയാണോ? ഞാൻ തന്നെ അവിശ്വസിക്കാനോ? ഏയ് ഇല്ലടോ, ഞാൻ ആരും അവിശ്വസിക്കുന്നില്ല. എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണ്. മഹേഷിന്റെ ജീവിതം തുടങ്ങുന്നത് തന്നെ നഷ്ടങ്ങളിൽ നിന്നിട്ടാണ്. എന്റെ എല്ലാം അവൻ കൊണ്ടുപോയി. ആകാശ് ഒരുത്തിനെ മനസ്സിൽ വെച്ച് സ്നേഹിച്ചായിരുന്നു. അതൊക്കെ എന്ത്? ഒന്നുമില്ല. അതെല്ലാം പോയി എന്റെ കയ്യിൽ നിന്ന്. പക്ഷെ എന്റെ മോള്, ഇവളാ എനിക്കെല്ലാം. ഇവളെ നഷ്ടപ്പെടുന്നതൊന്നും ഞാൻ ചെയ്യില്ല. പിന്നെ പിന്നെ വേറൊരു നഷ്ടം എന്റെ വേറെ ഒന്നും അല്ലടോ. ഇവളെ നഷ്ടപ്പെടുന്നതിനേക്കാളും വേറൊന്നും എനിക്കില്ല. ആകാശം എല്ലാം കൊണ്ടുപോയിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ മഞ്ജുവ പറഞ്ഞതാണ് സത്യം. രക്തബന്ധത്തെക്കാളും വലിയ ബന്ധങ്ങളൊന്നുമില്ല. ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ വെറുതെയാ. അതഴിഞ്ഞു പോകും സമയമാകുമ്പോ. പിന്നെ താനും തമ്മിലുള്ള ബന്ധം വിവാഹ ബന്ധം. വിവാഹ ബന്ധം എന്ന് പറയുന്നത് ഒരു താലിച്ചരടാന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. പക്ഷെ നമ്മുടെ കാര്യത്തിൽ അത് താലിച്ചരടല്ല. ദേ നിന്റെ മോളുണ്ടല്ലോ, ഇവളാണ് നമ്മൾ രണ്ടുപേരും കോർത്തിട്ടേക്കണ ആ ഒരു താലിച്ചരടെന്ന് പറയണത്. ഇവളാണ് നമ്മളെ കൈകോർത്ത് വെച്ചേക്കണ ആ ഒരു ചരട്. പിന്നെ നമ്മൾ തമ്മിൽ വേറെ ഒരു ബന്ധവും ഇല്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോകാം. നഷ്ടപ്പെടാനും നഷ്ടപ്പെടാതിരിക്കാനും ഒന്നും നമുക്ക് തമ്മിലില്ല. അതുകൊണ്ട് താൻ എന്തായാലും വിഷമിക്കൊന്നും വേണ്ട. എന്തായാലും മഹേഷിനെല്ലാം നഷ്ടമായി. നഷ്ടങ്ങൾ മാത്രമേ മഹേഷിന് ഉണ്ടാവാറുള്ളൂ. ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമില്ല. എന്റെ മോളെനിക്കുണ്ടല്ലോ. ഇവളെ നഷ്ടപ്പെടാതിരുന്നാൽ മാത്രം എനിക്ക് മതി. എനിക്ക് ഇവളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പോട്ട് പോയിക്കോളും. കുഴപ്പമില്ല. ബാക്കി എല്ലാ ആകാശവാണിയും കൊണ്ടുപോയിക്കോട്ടെ എന്നൊക്കെ പറയട്ടെ മഹേഷ് അങ്ങനെ തന്നെ ഉറങ്ങിപ്പോകുവാട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ ഇഷിതക്ക് സങ്കടം വരെയാണ്. ഇഷിത കരഞ്ഞുകൊണ്ട് അവിടുത്തെ തന്നെ അങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ രാവിലെ ആവുകട്ടോ. രാമനാഥനും സ്വപ്നവല്ലിയും കൈലാസും ഇങ്ങനെ ഇരിക്കാട്ടോ. രാമനാഥൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് സ്വപ്നവല്ലി പറഞ്ഞിട്ട്, ഈശ്വര, എന്റെ മോന്റെ വിവാഹ നിശ്ചയം നടക്കേണ്ട ദിവസം വരുന്നെന്ന്, എല്ലാം പോയല്ലോ എന്ന് പറയുമ്പോ രാമനാഥൻ പറയുന്നുണ്ട്, സ്വപ്നവല്ലി, വിവാഹ നിശ്ചയം എന്നൊക്കെ പറഞ്ഞത് ദൈവം കരുതി വെക്കുന്ന ഒന്നാണ്. ആർക്കാണ് വിധി എഴുതിയിരിക്കുന്നത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അയാളെ തലയിൽ വന്ന് വീഴുള്ളൂ. തനിക്കത് അറിയാവുന്ന കാര്യമല്ലേ. അതുകൊണ്ട് വിവാഹ നിശ്ചയം മുടങ്ങിയതിലല്ല പ്രശ്നം. വിനോദിനെ ചിലപ്പോ അനുഗ്രഹീനെ എല്ലാവർക്കും വിധിച്ചേക്കണത്. അതുകൊണ്ട് ആ വിവാഹം മുടങ്ങി. പക്ഷെ ഇവിടെ വേറൊരു സംഭവം ഉള്ളത്, നമ്മുടെ ജീവിതത്തെ എല്ലാം ബാധിക്കുന്ന ആ ഒരു പ്രശ്നമാണ്. മഹേഷിന്റെ കയ്യിൽ നിന്ന് എല്ലാം കൈവിട്ടു പോയ ആ ഒരു സംഭവം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെ പറയുമ്പോഴേക്കും കൈലാസ് പറയുന്നുണ്ട്, അതെ, ഇവിടെ പ്രശ്നങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കണാണ്. ഒരു പൂജ നടത്തിയ എല്ലാം ശരിയാകും, എല്ലാ ദുർഭൂതങ്ങളും പുറത്തേക്ക് പോയിക്കോളും എന്നൊക്കെ പറയാണ്. അത് പറഞ്ഞ് സഖ്യ തീർക്കുന്ന മുമ്പ് തന്നെ വാതിൽ തുറന്ന് അവിടേക്ക് വരുവാട്ടോ സുചിത്രനെ കാണുമ്പോ തന്നെ സ്വപ്നവല്ലിക്ക് ദേഷ്യം വരുവാണ്. വന്നല്ലോ അവള്, ഇവളാ ഈ വീട്ടിലെ ദുർഭൂതം, ധൂമകേതു. ഇതിനൊക്കെ എന്ത് ധൈര്യം ഉണ്ടടി ഇവിടേക്ക് കേറി വരാനായിട്ട്? ഓ, അവൾ വന്നിരിക്കാ. വിവാഹ നിശ്ചയമൊക്കെ മുടങ്ങിയാലോ, സന്തോഷം കൊണ്ട് ആഹ്ലാദിക്കാൻ. അമ്മേ, ഞാനൊന്നും അറിഞ്ഞിട്ടല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ, മതിയടി, നിർത്തടി. നിനക്ക് ഭയങ്കര സന്തോഷമായി കാണുമല്ലോ ഇപ്പൊ വിവാഹം മുടങ്ങിയപ്പോ. അമ്മേ, ഞാനല്ല അമ്മേ വിവാഹം മുടക്കിയത്. വിനോദിനെ കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചത് പോലും ഞാനാണ്. ഓ പിന്നെ അവള് കല്ല് വെച്ച കള്ളം പറഞ്ഞത് കേട്ടില്ലേ? എടി, നിന്നോട് പറഞ്ഞിട്ടാണ് മഹേഷ് അവനെ കൊണ്ട് പെണ്ണ് കാണാൻ പോയത്? അല്ലല്ലോ. വിനോദ് അവിടെ വെച്ചിട്ട് തന്നെ മഹേഷിനോട് സമ്മതം മൂടുകയും ചെയ്തു. അന്ന് വേണമെങ്കിൽ നിന്നെ ഇഷ്ടമാണെങ്കിൽ അവനെ പറയായിരുന്നല്ലോ. ഏട്ടാ, എനിക്ക് ആലോചിക്കണമെന്ന് അവൻ അങ്ങനെ പോലും പറഞ്ഞില്ല. എന്നിട്ട് അവൾ കല്ല് വെച്ച് നുണ പറഞ്ഞു പോലും. വിനോദിനോട് അവളാണ് സമ്മതം പറയിപ്പിച്ചത് അനുഗ്രഹന് വിവാഹം കഴിക്കാൻ. എന്തിനടി ഇങ്ങനെ കള്ളം പറഞ്ഞത്? എന്റെ മോനെ വലുത് നീയല്ല, അവന്റെ ചേട്ടനാണ്. എന്നിട്ട് വിവാഹ നിശ്ചയം മുടങ്ങിയപ്പോ സമാധാനായാലും നിനക്ക് എന്ന് പറയാണ്. അതിനുശേഷം സ്വപ്നയിൽ പറഞ്ഞിട്ട്, നീ ഇവിടെ നിന്ന് ഇറങ്ങി നോക്ക്, എന്ത് ധൈര്യം ഉണ്ട് നിനക്ക്? നീ എന്താണ് വിചാരിച്ചത്? ഇവിടെ വന്നിട്ട് ഇഷിതനെ കണ്ടിട്ട് റൂം അടച്ചിട്ടിട്ട് പൊട്ടിച്ചിരിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും രണ്ടുപേരും കൂടി അല്ലേ? അങ്ങനെ ചിരിക്കാൻ ഞാൻ സമ്മതിക്കേടി. 100-ൽ 1 എണ്ണത്തിന് എനിക്ക് കാണണ്ട. പിന്നെ ഒരിക്കലും വിനോദിന്റെ പെണ്ണായിട്ട് നീ ഈ വീട്ടിലേക്ക് കയറി വരില്ല. നീ നിന്റെ സത്യസന്ധത തെളിയിച്ചാൽ മാത്രം നീ ഈ വീട്ടിൽ കയറി വന്നാൽ മതി. അല്ലെങ്കിൽ നീ ഈ വീട്ടിലേക്ക് കയറി വരണ്ട, ഇറങ്ങി പോടി വിടുന്ന് എന്ന് പറയുമ്പോ രാമനാഥൻ കരഞ്ഞുകൊണ്ട് സുചിത്ര പോകാൻ പോകുമ്പോ രാമനാഥൻ പറയുന്നുണ്ട്, സുചിത്രേ, നീ നിന്റെ ചേച്ചിനെ കാണാനല്ല വന്നത്, റൂമിലേക്ക് പോയിക്കോ, ഇഷിത റൂമിലുണ്ട് എന്ന് പറയാണ്. രാമൻ എന്തൊക്കെയാ പറയണത്? ഇവളെ റൂമിലേക്ക് വിടുവാണോ? സ്വപ്നം, മിണ്ടി പോരുത് സ്വപ്നം. നോക്ക്, ഒന്നും ആരും അറിഞ്ഞിട്ടില്ല. എനിക്കൊരു വിശ്വാസമുണ്ട്. എന്റെ മാഷിന്റെ മോള് ഒരിക്കലും എന്നെ ചതിക്കില്ല. ആ വിശ്വാസം എനിക്ക് നന്നായിട്ടുണ്ട്. സുചിത്രേ, നീ റൂമിലേക്ക് പോയിക്കോ എന്ന് പറയാണ്. അങ്ങനെ സുചിത്ര ഇഷിതയുടെ റൂമിലേക്ക് പോവാണ്. റൂമിൽ പോയി കഴിയുമ്പോഴേക്കും സ്വപ്നവല്ലി പറയുന്നുണ്ട്, ആ, രാമൻ ഇങ്ങനെയാണെങ്കിൽ നാളെ വിനോദിന്റെ സുചിത്രയുടെ കല്യാണം നടത്തി കൊടുക്കുമല്ലോ. ആ, വിധി അങ്ങനെയാണെങ്കിൽ ചിലപ്പോ നടന്നതൊക്കെ ഇരിക്കും. അത് ഞാൻ നടത്തി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഓ രാമ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നവല്ലി അകത്ത് കയറി പോവാണ്.
സ്വപ്നവേലി പോയി കഴിയുമ്പോഴേക്കും കൈലാസ് രാമനാഥനോട് പറയുന്നുണ്ട്, അച്ഛാ എനിക്കറിയാം ഇഷിത തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവള് നല്ല പരിശുദ്ധിയുള്ള സ്ത്രീയാണ്. അതേ മോനെ, അത് നിനക്കറിയാം എനിക്കറിയാം, പക്ഷെ മറ്റുള്ളവർക്ക് അറിയുന്നില്ല എന്ന് പറയാട്ടോ. അങ്ങനെ സുചിത്ര ഇഷിതയുടെ റൂമിൽ പോയിട്ട് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയാണ്. മോളെ നീ എന്തിനാ മോളെ ഇങ്ങോട്ട് വന്നത് എന്ന് ഇഷിത ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സുചിത്ര പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് ചേച്ചിനെ കാണാതെ വരാൻ പറ്റില്ല ചേച്ചി, ചേച്ചി വിഷമിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട്, എനിക്ക് എന്റെ വിഷമമല്ല മോളെ, മഹേഷിന്റെ വിഷമമാണ്. പാവം ഇന്നലെ കുടിച്ച് 4 കാലിലാ വന്നത്, മഹേഷിനെ സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായത്. മഹേഷിന് കടുങ്കൈ ചെയ്യുന്ന പോലും എനിക്ക് പേടിയുണ്ട്. അതാ ഞാൻ മഹേഷിനെ വിട്ട് എവിടെയും പോവാതെ ഇവിടെ തന്നെ നിൽക്കുന്നത്. ചേച്ചി ഞാൻ അനുഗ്രഹനെ കുറെ പ്രാവശ്യം വിളിച്ചു, ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഒത്തിരി വിളിച്ചു. ഇടയ്ക്കൊരു പ്രാവശ്യം ഫോൺ റിങ് ചെയ്തു, പക്ഷെ അവൾ എടുത്തില്ല. പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അഥവാ അനുഗ്രഹം എടുത്തെങ്കിൽ തന്നെ നീ എന്താ അവൾക്ക് പറയാൻ പോണത്? അവള് ചോദിക്കും നീയും വിനോദം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്ന്. അതിന് നിനക്ക് എന്ത് മറുപടിയാ പറയാനുള്ളത്? ഇത്രയും ദിവസം ഒരു റൂമിൽ നിങ്ങൾ കഴിഞ്ഞു, അവള് മനസ്സ് തുറന്ന് എല്ലാം നിന്നോട് പറഞ്ഞു, പക്ഷെ നീ ഒന്നും പറഞ്ഞില്ല. കാരണം അവളെ വേദനിപ്പിക്കാൻ നിനക്ക് കഴിയില്ലായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോ ചതിയുടെ രൂപത്തിലാ അവള് കാണാൻ പോണത്. അതുകൊണ്ട് അതൊന്നും പറയാൻ പറ്റില്ല മോളെ. എന്തായാലും മോൾ അതൊന്നും കുറിച്ചൊന്നും ആലോചിക്കേണ്ട. മഹേഷ് അതിന്റെ വിഷമം മാത്രം എനിക്ക് സഹിക്കാൻ പറ്റാത്തത് എന്നൊക്കെ ഇഷിത പറയുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. ഇനി നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ അശ്വതിയുടെ അടുത്താണെങ്കിൽ മനസ്സുനെയും അതുപോലെ തന്നെ മഹേഷിനും പറഞ്ഞിട്ട്, തീർന്നടി നിന്റെ അനിയത്തിയുടെ ജീവിതം ഇതോടെ തീർന്നു, ഇനി അവൾക്കൊരു കുടുംബജീവിതം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കാട്ടോ. ശേഷം മഹേഷിന്റെ വീട്ടിലേക്ക് അനുഗ്രഹം അതുപോലെ തന്നെ അരുന്ധതിയും വരുന്നുണ്ട്. അവർ രണ്ടും ഇവിടെ വന്നിട്ട് അവിടെ ഇരിക്കുകയാണ്. ആ സമയത്ത് രാമനാഥൻ പറയുന്നുണ്ട്, ഇന്നറിയാം ആരുടെ ഭാഗത്തെ തെറ്റ് ആരുടെ ഭാഗത്തെ ശരി എന്ന് രാമനാഥൻ പറയാണ്. അരുന്ധതി പറയുന്നുണ്ട്, ഈ വിവാഹത്തിന്റെ കാര്യങ്ങളും വിനോദും സുചിത്രയും തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ ഭാര്യ ഇഷ്ടയല്ല, ആകാശ് മേനോനാണ് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോ എല്ലാവരും ഒന്ന് ഷോക്ക് ആവാട്ടോ. ആ ഒരു ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ഇട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.